സിലോപ്പി വേണം വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം നേരം പറഞ്ഞ സൈസ് സിലോപ്പി. മച്ചാമാരെ, നമ്മുടെ വീടിൻ്റെ അടുത്തെല്ലാം വെള്ളം കയറി നല്ല രീതിയിൽ ഫില്ലായി കിടക്കുവാണ്. അപ്പം നമ്മൾ കണ്ടെത്തി കുറേ വല ഇട്ടിട്ടുണ്ട്. വള്ളമൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് ഇന്ന് രാത്രി കൂടി ഇട്ടായിരുന്നു. നമ്മൾ ആ വല എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ വീടുകളെല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ വീടുകളെല്ലാം മുങ്ങിക്കിടന്ന് അതുപോലെ അത്യാവശ്യം അത്ര രീതി വെള്ളമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സൈഡിൽ കൂടെ നമുക്ക് വള്ളം എടുത്തുകൊണ്ട് പോകണം. പോയി അപ്പുറത്തെ കണ്ടെത്തി പോയി വല എടുക്കും. വല മൊത്തം എടുക്കുവാണ്. ഇങ്ങനെ രാത്രി ഒക്കെ നോക്കി നമുക്ക് ന്യായമായിട്ട് മീൻ കിട്ടിയത്. അപ്പം രാത്രിയാണ് നമുക്ക് വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു, ക്യാമറമാനും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ വല പോയി നോക്കാം. മീൻ കാണുമെന്ന് ഉറപ്പാണ്, സിലോപ്പിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിൽ പോയി വല എടുക്കാം. വീടെല്ലാം മുന്നിൽ കിടക്കുക. ഇത് വാർത്താ ചാനലുണ്ട്. ടാസ്ക്കാണ് ഈ നമുക്ക് വള്ളം വലിച്ചുകൊണ്ട് പോകണം. അടുത്ത് വെള്ളമില്ല. അവിടെ നിന്ന് അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതി. ഇവനെ മാത്രം ഒഴിക്കണം കേട്ടോ. ആ മുള്ളു കമ്പി നോക്കണേ. ഇത്രയും നേരം മഴ പെയ്യണ്ടായിരുന്നു. ഇവിടാണ് ഏറ്റവും ടാസ്ക്. വെള്ളക്കുറവാണ്. ഒരു കാട്ടിലെ അവസ്ഥയിലിരിക്കുന്നുണ്ട്. കാക്കില് വെള്ളത്തിലിരിക്കുന്നുണ്ട് അറിയത്തില്ല. അത് കാക്കിലാണ്, ക്യാമറമാൻ കാക്കിലാണ്, കുഴപ്പമില്ല. ആ ഇഞ്ചസിൻ്റെ നോക്കണേ. ഇഞ്ചിൻ്റെ അങ്ങനെ നമ്മൾ കണ്ടത്തിലേക്ക് വെള്ളം ഇറക്കുവാണ്. ഞാനും കയറിക്കോട്ടെ. ആ കപ്പിത്താൻ കയറി. ശരിയോ? നമ്മളെ വല അങ്ങ് വലിച്ചെടുക്കുക കേട്ടോ. ഇനി വരെ നമ്മൾ എടുക്കുക. ഇനി വീഴുന്നില്ല, ചപ്പ് പിടിക്കും. അപ്പോൾ ഉള്ള മീനെ എടുത്തിട്ട് നമുക്ക് പോവാം. കല്ലുമുട്ടി, ആദ്യത്തെ മീൻ കല്ലുമുട്ടി. ഇത് ഇപ്പോഴും കണ്ട് ഉടക്കി കേട്ടോ. ജീവനുണ്ട്, കിടക്കുന്നു. സൈസ് കല്ലുമുട്ടി. ഓക്കെ. ഈ കിടക്കുന്ന മീൻ എന്താന്ന് പറയാമോ? തൂളി. തൂളിയാണോ? തൂളിയല്ല മീൻ, അത് മൃഗാളുടെ മീനാണ്. അച്ഛന്മാരുണ്ട്. ഈ കിടക്കുന്ന മീൻ നമ്മുടെ നാട്ടിൽ മൃഗാളെന്നൊക്കെ പറയുന്നത്, മറ്റേ വെള്ളക്കുയിൽ എന്നൊക്കെ പറയുന്ന, റോക്കറ്റ് എന്നൊക്കെ പറയുന്ന മീനിൻ്റെ കുഞ്ഞാണ് കേട്ടോ. തൂളിയല്ലേ കണ്ടോ. തൂളിയുടെ മുഖം പോലൊന്നുമല്ല. ഇതാണ് മൃഗാൾ. അതിൻ്റെ എടുത്ത് ഊരിട്ട് കാണിക്കുക. മൃഗാൾ കണ്ടോ. അടുത്തായിരുന്നു പച്ച കളർ. ഓ ഇല്ല, പക്ഷെ പച്ച വീട്ടിൽ പ്രശ്നേഷ്. പച്ച മീൻ എന്നൊക്കെ പറയുന്നത് ഗ്രീൻ ഹൗസിൽ പച്ച മീൻ തോന്നുന്നില്ല. പച്ചക്കല്ലി മീൻ, പച്ചക്കല്ലി മുട്ടി, പച്ച കളർ. സിലോപ്പി സിലോപ്പിക്ക് ജീവനുണ്ട്. വലയെടുക്കാനേ എളുപ്പമാണ്. സിമ്പിൾ. കല്ലുമുട്ടി ഉടക്കിയ നോക്കണം എന്നെ എടുക്കാൻ. സിലോപ്പിയ, അടുത്ത സിലോപ്പിയ. അത് വടിയായേ. നല്ല സൈസ് കാര്യം, കിടിലം കാര്യം, കിടിലൻ. പാത്രത്തിൽ സെയിം കളറല്ലേ. ഒരെണ്ണം വെളുത്ത്. ഇതെങ്ങാണ്ട് നമ്മൾ പോയ കുറേ കണ്ട് ഉടക്കി. ഇത് എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും ചത്ത് കിടക്കും.
ബിഗ്ഗസ്റ്റ് കല്ലുമുട്ടി. വാശി. എന്താ കല്ലുമുട്ടി ഇത്? മറ്റേ അനാബസാണ്. ഏതാ? അത് ഉടക്കിയിട്ടുമില്ല. നട്ടർ നട്ടറില്ലടാ പൊട്ട. നട്ടർ കല്ലുമുട്ടിയല്ലേ ഇത്? നട്ടർ കല്ലുമുട്ടിയല്ല, നീ പൊട്ടത്തരം പറയാം. പിന്നെന്ത് അനാബസ് എന്ന് പറഞ്ഞു ഇത് വളർത്ത കല്ലുമുട്ടി. മറ്റേ ഈ എടുക്കാൻ ടാസ്ക് എടുത്തിട്ട് കാണിക്കാം. നോക്കി എടാ മറ്റേ വേണ്ട കല്ലുമുട്ടിയുടെ വലിപ്പം കണ്ടോ? എൻ്റെ കൈ അതിനെ കൂടെ നോക്കി സൈസ് തന്നെ. അടുത്ത കല്ലുമുട്ടി മച്ചാമാരെ ഈ നെയ്യുന്നുണ്ട്. ഞാൻ ചുരുണ്ട് കിടക്കും കേട്ടോ. ഈ വെള്ളമുണ്ട് ഉണ്ടോ? ഒരു സിരി കത്തി ഒരെണ്ണം ഇപ്പോൾ എല്ലാം കയറിയതാണ്. ഇപ്പോൾ എല്ലാം കയറിയതാണ്. ഞാൻ വെച്ചാൽ 2 കിലോ വേണ്ട. ഇത് ചുമ്മാ ഉടക്കി കിടക്ക് വരുന്നുണ്ടോ പാല്? വേണ്ട, അത് ഉടക്കിയിട്ട് പോലും എന്നാൽ മുട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ 60-ൻ്റെ വല വലിച്ചു തീർന്നിട്ടുണ്ട്. 60-ൻ്റെ വല കിട്ടിയ മീനാണ് കേട്ടോ. കല്ലുമുട്ടി, ഒരു കാരി, ഒരു മൃഗാളെ, ബാക്കി സിലോപ്പിയ. ഇത്രയും മീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ ഓളം മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വലിക്കാനുള്ളത് 90, അവിടെ ഒരു 90 അങ്ങ് ആണ് പൊങ്ങുണ്ട്, ഒരു 90, അതുപോലെ തന്നെ 110-ൻ്റെ വല. ഈ രണ്ടിനകത്ത് ഞാൻ സിലോപ്പിയെ പ്രതീക്ഷിക്കുന്നു, വലിയ സിലോപ്പിയ. ഇന്നലെ രാത്രി നമുക്ക് വലിയ സിലോപ്പിയ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, കിട്ടുമെന്ന് ഉറപ്പില്ല. കിട്ടാൻ ചാൻസ് ഒരു 100-90% ഉണ്ട്. നമുക്ക് നോക്കാം. ഇന്നലെ രാത്രി ഒരു 7 വലിയ സിലോപ്പിയെ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയായിരുന്നു. ഈ 90-ൻ്റെ 110-ൻ്റെ അകത്ത്. അപ്പോൾ അതും കൂടെ നമുക്കിന്ന് വരിക. ഓക്കെ, മീൻ പിടിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളും കിട്ടും. തേങ്ങ, പിന്നെ 1-ാം തേങ്ങ. ഇതാ വരില്ലേ, അത് കെട്ടം നിൽക്കും. നമ്മുടെ 90-ൻ്റെ വാല ഐശ്വര്യമായിട്ട് നമ്മൾ അഴിക്കുക. സൂക്ഷിച്ച് അഴി നടക്കത്തുള്ളൂ. ഇതിനകത്ത് എല്ലാം ഉറുമ്പ. അയ്യോ, നൂറ് കണ്ണി താഴ്ച ഇതോ. പിന്നെ മച്ചാമാരെ 90-ൻ്റെ വല ഏകദേശം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല നമുക്കിൻ്റെ അകത്ത്. വേണ്ട, ഇന്നലെയൊക്കെ നമ്മൾ രാത്രി സിലോപ്പി കിട്ടതായിരുന്നു. ഇന്നൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ വലയും എടുക്കുവാണ്. കണ്ടോ, തീർന്നു. ഇനിയും ഏക ഒരു ആശ്രയം 110-ൻ്റെ വലയും കൂടെ ഉണ്ട്. ആ 110-ൻ്റെ വലയും കൂടെ ഒന്ന് വലിച്ചു നോക്കാം. ചിലപ്പോൾ മീൻ കാണും. ഇത് ചിലപ്പോൾ മീൻ കാണാതി നോക്കാം. എല്ലാവരും പ്രതീക്ഷയില്ല, വലയിടില്ലെന്ന് വെച്ചാൽ പ്രതീക്ഷയാണ്. തെളികണ്ണി വലയ്ക്കകത്ത് എപ്പോഴും നമുക്ക് മീൻ വീഴത്തില്ല. ഈ 90, 80 പോലും മണ്ടക്കോട്ടുള്ള തെളികണ്ണി വലയ്ക്കകത്ത് നമുക്കിങ്ങനെ പെട്ടെന്ന് മീൻ വീഴത്തില്ല. വീണ നല്ല രീതിയിൽ മീൻ വീഴും. അപ്പം നോക്കാം. അതും കൊണ്ട് നമുക്ക് വലിച്ചിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ നമ്മൾ 110 വലിക്കുകയാണ്. ഇത് വാളവലയാണ് സത്യം പറഞ്ഞത്. നാടൻ വാളയ്ക്ക് വേണ്ടി ഉള്ള വലയാണ്. സിലോപ്പി 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 വേണ്ട വെച്ചാൽ വരാം. നമ്മൾ ഇത്രയും ദിവസം നേരം പറഞ്ഞ സാധനം സൈസ് സിലോപ്പി. ഇവനാണ് നമ്മൾ പറഞ്ഞ നട്ടൻ കേട്ടോ. നല്ല സൈസ് സിലോപ്പിയ. ഇമാതിരി സാധനമേ ഈ 90-ൻ്റെ വലയിലും 110-ൻ്റെ വലയിലും കിട്ടത്തുള്ളൂ കേട്ടോ. ഇമാതിരി സാധനമേ കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രശ്നം. തെളിഞ്ഞ മീനേ കിട്ടത്തുള്ളൂ. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ 110-ൻ്റെ വലയും വലിച്ചിരുന്നിട്ടുണ്ട്. നമുക്ക് ഈ വലിയ വല അധികം മീൻ കിട്ടിയില്ല. ഇന്നലെ രാത്രി നമുക്ക് നല്ലതായിട്ട് മീൻ കിട്ടിയായിരുന്നു. അത് പ്രതീക്ഷയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വലിയ വല കിട്ടിയതാണ്. ഏറ്റവും വലിയ സിലോപ്പി കണ്ടോ, 1/2 കിലോ വലിപ്പമുള്ള സിലോപ്പി കണ്ടോ. സൈസ് സിലോപ്പി കണ്ടോ. എൻ്റെ കൈ മീനെ കൊണ്ട് കിട്ടും. ഇത്ര നല്ല മീൻ, ഇത്ര മീനാണ് അപ്പോൾ നമുക്ക് രാവിലെ വല വലിക്കുമ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിതുകൊണ്ട് വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.